ഫാമിലിയുടെ കൂടെ ഒരു 10 days അയോധ്യ നേപ്പാൾ ട്രിപ്പിന് ഞങ്ങളും ജോയിൻ ചെയ്തിരുന്നു. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പായിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു. മിക്കവാറും എല്ലാ ഏരിയയും കവർ ചെയ്തു. ഭംഗിയായിട്ട് എല്ലാ സ്റ്റേയും ആഹാരവും യാതൊരു ട്രാവലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്നിപ്പം അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഞങ്ങൾ ജനക്പൂർ എത്തിയിരിക്കുകയാണ്. ജനക്പൂറും മിക്കവാറും എല്ലാം ഏരിയയും കവർ ചെയ്തു. പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം കണ്ടു. വളരെ വി ആർ ഹാപ്പി അബൌട്ട് ദ ഫുൾ പ്രോഗ്രാം. മതിയല്ലോ. ഞങ്ങൾ ആദ്യമായിട്ട് നേപ്പാളിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നു. ഞങ്ങൾ വേറെ കുറേ ട്രൈ ചെയ്തിരുന്നെങ്കിലും അതിലൊന്നും ഞങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഫേസ്ബുക്കിൽ നോക്കിയിട്ടാണ് ഈ കണക്ഷൻ എനിക്ക് കിട്ടുന്നത്. ആ കണക്ഷൻ ഞങ്ങൾ മെറ്റീരിയലൈസ് ചെയ്തു. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പല കേസിലും നമ്മൾ നോക്കാറുള്ളതാണ്. അതിനകത്ത് ഓരോ ആസ്പെക്റ്റിലും വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അത് സക്സസ് ആക്കുകയും ചെയ്യുന്ന ആ ജയനമ്പൂരിയെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കേസുകളും നമ്മൾ നോക്കാറില്ല. ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത്. നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷനൊക്കെ നല്ല പോലെ കിട്ടി. പറഞ്ഞോളൂ, ബാക്കി ഇവർ പറഞ്ഞോളൂ. കഴിഞ്ഞ ഇതിൽ നമ്മളിവിടെ റൂമിൻ്റെ കേസിനെ പറ്റിയൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഞാനതൊരു കാലത്തും പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും നല്ല കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അൾട്ടിമേറ്റ് ഇത് കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി. നമുക്ക് ആ അൾട്ടിമേറ്റ് ഇത് നമുക്ക് അവിടെ കിട്ടി. ജീവിതകാലത്ത് ഒരാൾക്കും കിട്ടില്ല. 3 നേരം ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ തൊഴാൻ പറ്റി. അവിടെ നല്ല റൂമും 5 കിലോമീറ്റർ അപ്പുറം കിട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ പൂവില്ല ഒരു പ്രാവശ്യം പോകും. ഇവിടെ കാലത്ത് നിർമ്മാല്യം അടക്കം നമുക്ക് തൊഴാൻ പറ്റി. അത് നല്ല കാര്യമാണ്. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ ക്ലൈമറ്റും നമുക്ക് ഫേവറായിരുന്നു, നേപ്പാളിലെ ക്ലൈമറ്റും. ഇന്ന് നമ്മൾ ജനക്പൂരിൽ വന്നപ്പോൾ മാത്രം ഇത്തിരി ഒരു ഹോട്ട് ഫീൽ ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇനിയും നമുക്കൊരു പോകാനുള്ള മിസ്റ്റർ ജയൻ നമ്പൂതിരിയുടെ കൂടെ ഇനിയും പോകാനുള്ള ഒരു വിഷ് നമ്മുടെ മനസ്സിലുണ്ട്. അത് ബാലി ട്രിപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ് കോർഡിനേറ്റർ. ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നല്ല വെരി ഡിലീഷ്യസ് യമ്മി ആയിരുന്നു. പിന്നെ ആകെ ഒറ്റ ദിവസം ആ കൈലാസ് മാനസരോവറിൽ നമുക്ക് കിട്ടിയ റൂം 3rd ഫ്ലോറിലായിരുന്നു. അത് അറിയാണ്ട് പറ്റിപ്പോയതാണ്. ആ കൺസെപ്റ്റിലല്ലായിരുന്നു റൂം. അങ്ങനെയാണ് കോർഡിനേറ്റർ പറഞ്ഞത്. അത് ഫോട്ടോ കാണിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, പിന്നെ എല്ലാം കൊണ്ടും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ജനക്പുരി പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നേപ്പാൾ ടൂറ്, ഈ നേപ്പാൾ ടൂർ അറേഞ്ച്മെൻറ്റ് ചെയ്ത ജയൻ നമ്പൂതിരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഇത്രയും നല്ലൊരു ടൂർ മാനേജർ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഞാൻ 2-3 ടൂർ പോയിട്ടുണ്ട്. ചിലതൊക്കെ നല്ലതുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ എപ്പോഴും നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഫുഡായാലും അക്കോമഡേഷനായാലും അതുപോലെ തന്നെ തീർത്ഥാടനം, ഇതൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളെ കൈവിടാതെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റി തരുന്ന ഒരു ടൂർ മാനേജറെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ലെങ്കിൽ ചിലവർ പറയും പെട്ടെന്ന് നിങ്ങൾ അതിലേ പോയിട്ട് ഇതിലേ വാ എന്നൊക്കെ. പക്ഷെ അതല്ല, നമ്മളെ കൂടെ തന്നെ നമ്മളെ കൈവിടാതെ കൊണ്ടുപോയി എല്ലാം ഭംഗിയായി കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമയത്തിന് ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് ആ യാത്രയിൽ 10-12 മണിക്കൂർ യാത്രയിൽ നമ്മളെ വിശപ്പറിഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഭക്ഷണം നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് ഭക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്.
പിന്നെ അക്കോമഡേഷൻ്റെ കാര്യമായാലും നല്ലൊരു അക്കോമഡേഷനായി. ഇപ്പം ഞാൻ ജനക്പുരിയിൽ വന്നിട്ട് ഇപ്പം ജനക്പുരിയിലാണുള്ളത്. ലാസ്റ്റ് ബെസ്റ്റ് അക്കോമഡേഷൻ, ഒന്നും അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെ ഫുഡും നമ്പർ 1 ഫുഡാണ്. വേറെ ഇനിയൊരു ബാലിയിൽ പോകണമെന്നുണ്ട്. പക്ഷെങ്കിൽ ജയൻ നമ്പൂതിരി കൂടെ വരികയെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. വേറെ ആളെ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി ജയൻ നമ്പൂതിരിയുടെ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൂടെ നിൽക്കുന്നത് കാണുന്നു. അതുകൊണ്ട് ജയൻ നമ്പൂതിരി ഉണ്ടെങ്കിൽ ഞാൻ ബാലിക്ക് റെഡിയാണ്. ഓക്കെ. 11 പേരായിട്ട് അയോധ്യ ടു മുക്തിനാഥ് യാത്ര ജയൻ നമ്പൂരിൻ്റെ നേതൃത്വത്തിൽ പോയിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ നല്ല ഭക്ഷണവും നല്ല അക്കോമഡേഷനും നന്നായിരുന്നു. പിന്നെ പറയാൻ പറഞ്ഞാൽ കുറച്ച് മുക്തിനാഥിൽ നടക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ജയൻ നമ്മുടെ ഒപ്പം ചേർന്ന് കൊണ്ട് നിന്ന് ഞങ്ങളെ കയറ്റി അവിടെ എത്തിച്ച് ഞങ്ങൾക്ക് തൊഴാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. പിന്നെ പശുപതിനാഥ് ആണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം തൊഴാനുള്ള സൗകര്യം കിട്ടി. റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല റൂംസായിരുന്നു എല്ലാ ദിവസവും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നല്ല ഭക്ഷണമായിരുന്നു. 3 നേരവും നല്ല ഹൈ ക്ലാസ് ഭക്ഷണം തന്നെ ആയിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഇനിയും ജയൻ്റെ കൂടെ പോകാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നത് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് വന്നത്. എന്നാലും നമുക്ക് ജയൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒറ്റപ്പെട്ട പോലുള്ള ഒരു അനുഭവം ഉണ്ടായില്ല. പിന്നെ കൂടെ ഉള്ള ആൾക്കാരും അങ്ങനെയാണ്. ഗ്രൂപ്പൊക്കെ നല്ല ഗ്രൂപ്പായിരുന്നു. എല്ലാവരും കൂടെ സന്തോഷത്തോടെ നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്തു. ഇനിയും നമുക്ക് അയാളുടെ പോകാനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ. 10 ദിവസത്തെ ടൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അയോധ്യയിലാണ് പോയത്. അയോധ്യയിലെ അക്കോമഡേഷൻ ഇത്തിരി ഇതായിരുന്നു. അത് വേറെ അറേഞ്ച് ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. എങ്കിലും ഓക്കെ. ഫുഡിൽ ഇത്തിരി കൺഫ്യൂഷനൊക്കെ വന്നു, അതും ശരിയായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് വന്നു. നേപ്പാളിലെ അനുഭവം ശരിക്കും ഭയങ്കര വേറിട്ടൊരു അനുഭവം എന്ന് തന്നെ പറയാം. മുക്തിനാഥിലാണ് ആദ്യം പോയത്. മുക്തിനാഥിൽ നമ്മൾ പോകുമ്പോൾ ബാക്ക് പാക്ക് എടുത്താൽ മതിയായിരുന്നു. നമ്മൾ കിറ്റിനകത്തൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ അതും തൂക്കി ഇത്രയും പടി ചവിട്ടുക എന്നുള്ളൊരു നേരിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ആ തീർത്ഥസ്നാനം ചെയ്തതിലൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിൻ്റെ ആ ഒരു സുഖം പറയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഗുപ്തേശ്വർ കേവിൽ അവിടെ പോയി. അവിടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഡേവിസ് വാട്ടർഫാൾസ് അത് ഭയങ്കര വേറൊരു ഇതായിരുന്നു. ഒരു ഗുഹയുടെ ഉള്ളിലിറങ്ങി ചെന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ നേരിട്ട് കണ്ട ഒരു അനുഭവം. അത് എത്രയോ വർഷങ്ങൾ കൂടി ചേർന്ന് ആ പാറയുടെ ഇടയിലേക്ക് ഇത്രയും ഇറങ്ങി ഇത്രയും മനുഷ്യരൊക്കെ പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു ഫീലുണ്ടായി. അതുപോലെ മനകാമന ക്ഷേത്രം, അതിൽ ആ കേബിൾ ക്യാബിലൂടെ നമ്മൾ യാത്ര ചെയ്തതും ആ ദേവിയുടെ ആ ഒരു ശക്തി നമുക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ കുറേ നേരം കാത്തിരുന്നു. എങ്കിലും ആ ദേവിയുടെ ഒരു ശക്തി നമുക്കൊരു മാതൃരൂപേണ ഉള്ള ഒരു അനുഭവം വല്ലാതെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ശക്തിപീഠം, മനകാമന ഉൾപ്പെടെ 3 ശക്തിപീഠം നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അവസാനം സീതാദേവിയുടെ അയോധ്യയിൽ നിന്ന് തുടങ്ങി നമ്മൾ സീതാദേവിയുടെ സ്ഥലത്തേക്കാണ് എത്തിയത്. ജനക്പൂരിൽ സീതാദേവിയുടെ ജനിച്ചു അല്ലെങ്കിൽ വളർന്നു എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ കല്യാണം നടന്നു, കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചടങ്ങുകൾ നടന്നു എന്നൊക്കെയുള്ള സ്ഥലവുമെല്ലാം കണ്ടു. ശരിക്കും ആത്മീയത നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. കോർഡിനേറ്ററെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്ഷമയൊക്കെയുള്ള ആളാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ക്ഷമയോടെ ഈ ഒരു ഗ്രൂപ്പിനെ, അതായത് ഏജ് ഗ്രൂപ്പ്, നമ്മൾ 1 വയസ്സ് തൊട്ടുള്ള ഒരു കുഞ്ഞു മുതൽ സ്വന്തം കുഞ്ഞ് തന്നെ
78-80 വയസ്സിനോടടുത്ത ആൾക്കാർ വരെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊരു വൈഡ് റേഞ്ചുള്ള ഏജ് ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞുള്ളൊരു ടാസ്ക്കാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ജയൻ നമ്പൂതിരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ.